സോ ഇന്നത്തെ ടോപ്പിക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള എക്സാമ്പിളിലൂടെ നമുക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. വെൽക്കം ടു പാർട്ട് 7 ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ് ത്രൂ റീൽസ്. അതിൽ നമുക്ക് ആദ്യം 2 ക്യാരക്ടറിന് വേണം. ഒന്നാമത്തെ ക്യാരക്ടറിന് നമുക്ക് റോഷൻ നൽകാം, രണ്ടാമത്തെ ക്യാരക്ടർ ദിയാന. ഓക്കെ, റോഷൻ എന്ന് പറയുന്നത് നമ്മളെ ബ്രാൻഡാണ്, ദിയാന എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസ് ആണ്. അങ്ങനെ വിചാരിക്കുക. ഓക്കെ, ഇനി റോഷന് ദിയാനേനെ ഇഷ്ടമാണ്. ഇതൊക്കെ ഇമാജിൻ ചെയ്ത് വെക്കുക, നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. റോഷന് ദിയാനേനെ ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ദിയാനയെ കുറിച്ചുള്ള കാര്യങ്ങൾ മൊത്തം അവൻ അറിയണം. അവൾക്ക് എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടമല്ലാത്തത്, എന്താണ് അവളെ ഇറിറ്റേറ്റ് ആക്കുക. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കണം. ഇതിനെ ബിസിനസ്സിൽ ബ്രാൻഡിന് എടുക്കുന്ന സമയത്ത് നോ യുവർ ഓഡിയൻസ് എന്ന് പറയും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത നമ്മുടെ ഓഡിയൻസിന് എന്താണ് ഇഷ്ടമുള്ളത്, എന്താണ് ഇഷ്ടമല്ലാത്ത, അവരെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയില്ല. അതല്ല, ഈ റോഷനെ ദിയാന എന്തിന് ചൂസ് ചെയ്യണം? ബാക്കി ഇഷ്ടംപോലെ ആളുകളുണ്ട്, അതിൽ നിന്നും റോഷൻ എന്തിന് ചൂസ് ചെയ്യണം? ചിലപ്പം റോഷൻ ബാക്കിയുള്ളവർ കൊടുക്കുന്നതിനേക്കാളും അവളെ നല്ല രീതിയിൽ വാല്യൂ ചെയ്യുന്നുണ്ടാവാം, അവളുടെ ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം, അവളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അവളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. ഇതിനെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയും. ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ബാക്കിയുള്ളവർ കൊടുക്കാത്ത നമ്മളെ ബ്രാൻഡിന് എന്താണോ കൊടുക്കാൻ പറ്റുക, അതിനെയാണ് യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയാം. ഇനി റോഷൻ എന്ത് ചെയ്യണം, ദിയാനോട് ഇത് എക്സ്പ്രസ് ചെയ്യണം, അവൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം. അതും എല്ലാവരോടും പോയിട്ട് ദിയാനേനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയല്ല ചെയ്യണം. സിമ്പിളായിട്ടുള്ള മെസ്സേജസിലൂടെയോ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ അവൻ എന്ത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യണം. ഇതിനെയാണ് ടോൺ ഓഫ് വോയിസ് എന്ന് പറയുക. നമ്മുടെ ഓഡിയൻസിന് മാച്ച് ആവുന്ന രീതിയിലാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുക. ഇനി എവിടെ വെച്ച് ഇവന് ദിയാനേനെ മീറ്റ് ചെയ്യും, ഇവൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അവൾക്ക് കംഫർട്ടായുള്ള അവളെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ പറ്റൂ. ചിലപ്പോൾ അത് ക്യാൻറ്റീൻ ആവാം, ലൈബ്രറി ആവാം, അല്ല പുറത്തുനിന്ന് എവിടെയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഓഡിയൻസ് എവിടെയാണോ അവൈലബിൾ, അവരെവിടെയാണോ കംഫർട്ട് സോ അവിടെ വെച്ചിട്ട് വേണം നമ്മൾ ആൻസർ തന്നെ. അതായത് സോഷ്യൽ മീഡിയയിലാവാം, യൂട്യൂബിലാവാം, ഗൂഗിളാവാം, മെയിലാവാം. അപ്പോൾ ആ എവിടെയാണോ അവർ അവൈലബിൾ അവിടെ വേണം നമ്മൾ ആൻസർ തന്നെ. ഓക്കെ, ഇനി ഒരാഴ്ച മാത്രമേ ഇവൻ്റെ കെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അവളോടുള്ള ഇമോഷൻ ഉണ്ടായിരുന്നുള്ളൂ വിചാരിക്കാം. അവൾ അവനെ ട്രസ്റ്റ് ചെയ്യുമോ? ഇല്ല. അവൾക്ക് അവനെ ഇഷ്ടമാവോ? ഇല്ല. ഇതേപോലെ തന്നെയാണ് നമ്മളെ ബ്രാൻഡും എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിൽ നമ്മളെ ഓഡിയൻസിനെ നമ്മൾ ഹാപ്പി ആക്കി വെക്കണം, എപ്പോഴും അവരായിട്ട് കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ലവ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ മാത്രമാണ്, പക്ഷേ അതിനിട്ട അവൻ്റെ പ്ലാൻസ് ആൻഡ് ആക്ഷൻസ്, ഇതിനെയാണ് ബിസിനസ്സിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ ഫ്രം ബിസോൾ.